സഹോദരങ്ങളെ, വല്യമദറിന്റെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന ഈ അവസരത്തിൽ ആ പുണ്യാത്മാവിൽ തിളങ്ങി നിന്നിരുന്ന സഹോദര സ്നേഹത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നിങ്ങനെ തിരുവചനത്തിലെ സ്നേഹത്തിന്റെ ചുരുളുകളെ ഭക്ഷണമാക്കി അശരണർക്കും ആലംബഹീനർക്കും തിരുസഭയ്ക്കും മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇനി വരുവാനിരിക്കുന്ന തലമുറകൾക്കും മാതൃകയായി തീർന്നവളാണ് മദർ മേരി കല്ലറയ്ക്കൽ. നിർമ്മല സ്നേഹത്തിൽ അധികാരികളും അധീനരും ഒത്തുചേർന്നുകൊണ്ട് കുടുംബാരൂപി നിറഞ്ഞ സന്യാസ ഭവനങ്ങളെ കെട്ടിപ്പടുക്കണമെന്ന് മദർ ഉദ്ബോധിപ്പിച്ചു. തുറന്ന മനോഭാവത്തോടെ എല്ലാവരും പരസ്പരം സ്നേഹിക്കണം. എനിക്ക് എന്ത് കിട്ടും എന്നല്ല, എന്റെ സഹോദരിക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നതാണ് സ്നേഹം. മദറിന്റെ കൂടെ ജീവിച്ചിട്ടുള്ള മുതിർന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു കേട്ടിട്ടുള്ള ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഈ സമയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വല്യമദറിന്റെ മുന്നിലൂടെ ആര് കടന്നുപോയാലും അവർക്ക് വേണ്ടി ആ പുണ്യാത്മാവ് പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ കാഞ്ചിയോട് നമ്മുടെ കൃഷിസ്ഥലത്ത് സിസ്റ്റേഴ്സ് പോകുമ്പോൾ അവർ തിരിച്ചു വരുവാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കണ്ണിൽ എണ്ണയും ഒഴിച്ച് അവരെ കാത്തിരിക്കുന്ന ഒരു സ്നേഹം. നമ്മുടെ ഭവനത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ആരെങ്കിലും എത്തിയാൽ അവർക്ക് ഭിക്ഷ കൊടുത്ത് അവരെ പറഞ്ഞു വിടുക മാത്രമല്ല, അവരുടെ വിശപ്പ് കൂടി അടക്കിയിരുന്ന മാതൃസ്നേഹത്തെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത്. ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ വളരെ സ്നേഹത്തോടെ കരുണയോടെ ശുശ്രൂഷിച്ചിരുന്നു. കർത്താവിന്റെ കരുണ നിറഞ്ഞ സ്നേഹം തന്റെ കരങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തിരുന്നു. ഇവിടത്തെ ഞാൻ ഒരു കഥ ഓർത്തു പോവുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റീന് അന്ന് ഒട്ടേറെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അവസാന പ്രസംഗ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഐൻസ്റ്റീൻ വളരെയധികം ക്ഷീണിതനായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഡ്രൈവർ ഐൻസ്റ്റീനോട് പറഞ്ഞു, നമ്മൾ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് ആരും അങ്ങേ കണ്ടിട്ടില്ല, ആർക്കും അങ്ങേ അറിഞ്ഞുകൂടാ. അങ്ങ് വളരെ ക്ഷീണിതനല്ലേ? അങ്ങേക്ക് വേണ്ടി ഞാൻ ഈ പ്രസംഗം പറയാം. അങ്ങ് പറയാൻ പോകുന്ന പ്രസംഗം എനിക്ക് മനഃപ്പാഠമാണ്. മനസ്സില്ലാ മനസ്സോടെ ഐൻസ്റ്റീൻ സമ്മതിച്ചു. ഡ്രൈവറിന്റെ പ്രസംഗം കേട്ട് ഐൻസ്റ്റീന് തന്നെ അത്ഭുതമായി. അത്ര മനോഹരമായിരുന്നു അവതരണം. ആ സമയത്ത് ഓഡിയൻസിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് കഠിനമായ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോഴേക്കും അദ്ദേഹം ഇത്തിരി പതറിയെങ്കിലും സമചിത്തത കൈവിടാതെ അദ്ദേഹം പറഞ്ഞു, ഇത്ര നിസ്സാരമായ ഈ ചോദ്യത്തിന് ഉത്തരം എന്റെ ഡ്രൈവർക്ക് പോലും അറിയാം. അദ്ദേഹം അതിന് ആൻസർ പറയും. പുറകിലിരുന്ന ഐൻസ്റ്റീനെ വിളിച്ചു വരുത്തി അദ്ദേഹം അവിടെ നിന്നും പിന്മാറി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹ ജീവിതത്തിലും ഇതുപോലെയല്ലേ? നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരികളുടെ ബുദ്ധിമുട്ടുകൾ തക്ക സമയത്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് സ്പിരിച്വലി, മെന്റലി, ഫിസിക്കലി ഏതുമായിക്കൊള്ളട്ടെ അവരെ തക്ക സമയത്ത് സഹായിക്കുക. അപ്പോഴാണ് വല്യമദർ നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ വചന ചുരുളിനെ ഭക്ഷണമാക്കി സ്നേഹത്തിന്റെ വലയത്തിൽ നമ്മുടെ സമൂഹത്തെ കെട്ടിപ്പടുത്ത മദറിന്റെ പാത നമുക്ക് പിന്തുടരുവാൻ സാധിക്കുക. ഇതിനുള്ള അനുഗ്രഹം വല്യമദറിന്റെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ പാവനാത്മാവിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.